അതാണ് ഞാൻ പഠിച്ച സ്കൂള്. കണ്ടോ, ഇപ്പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ കുട എടുക്കുന്നുണ്ട്. കുട പിടിച്ചുകൊണ്ട് നമ്മൾ നടന്ന് പോകുന്നത് കേട്ടോ. കണ്ടോ, കുറേ എന്തൊക്കെയുണ്ട് ഭരണികളൊക്കെ. ഇവിടെ പാവകളൊക്കെ ഉണ്ട്. ഗായ്സ്, അതിൽ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതാ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഭരണി, കളിപ്പാട്ടം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബുദ്ധൻ്റെ കളിമണ്ണിനെ കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടായിരുന്നത് കമ്മൽ, മാല, വള അങ്ങനത്തെ ഒക്കെ സെക്ഷനായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മയിൽപ്പീലി, പിന്നെ കുറേ ചട്ടി, ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ മന്നംപുറത്ത് കാവിൽ എത്തിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തുടർച്ചയായി കണ്ടോളൂ കേട്ടോ. ഞാൻ അതിൽ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കുറേ ആൾക്കാരായതുകൊണ്ട് തന്നെ കുറേ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് അതിൽ കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വർത്തമാനം പറയുന്നത്. അങ്ങനെ ഗൈസ്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കുപ്പായം, കളിപ്പാട്ടം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കാവിൽ. പിന്നെ ചെരുപ്പുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനിങ്ങനെ കാണിക്കുന്നതാണ് നമ്മുടെ മന്നംപുറത്ത് കാവ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇതാണ് മന്നംപുറത്ത് കാവ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തുടർച്ചയായി കണ്ടോളൂ. ഇവിടെ കാല് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പാടുള്ളൂ. അങ്ങനെ ഗൈസ്, നമ്മുടെ മന്നംപുറത്ത് കാവിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറി വാങ്ങണം കേട്ടോ. കുറിയാണ്, ചന്ദനല്ല, കുറിയാണ് നമുക്ക് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് കുറി വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതാ കുറേ തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. ഇത് മോനാച്ച ഒരു സ്ഥലമാണ് മോനാച്ച. ഇത് ഇവർ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ കുറി വാങ്ങാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഉച്ചഭക്ഷണം നമ്മളിവിടുന്ന് കഴിക്കുന്നില്ല, പേടിയായതുകൊണ്ടൊന്നല്ല കേട്ടോ ഉച്ചഭക്ഷണം കഴിക്കാത്തത്. അന്നൊരിക്കൽ നമ്മൾ മുച്ചിലോട്ട് പകുതി പോയിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത ഭക്ഷണം കഴിച്ചിട്ട് വയറിളക്കലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പേടിയെന്ന് പറഞ്ഞത്. നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ക്യൂ നിൽക്കണം. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മൾ പായസം വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഗൈസ്, നമുക്ക് പായസം കുടിക്കുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ ഇത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, പ്രസാദം വാങ്ങി തന്ന പായസം. അപ്പോൾ അത് ക്യൂ നിന്നതിന് ശേഷം നമ്മൾ വാങ്ങി കഴിച്ചു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കയ്യിൽ. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ
അപ്പോൾ ഗൈസ് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കലശമുട്ടായി ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും വാങ്ങുന്നില്ല. ഗൈസ് അത് ഉടുമ്പാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മളിതാ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. നേരത്തെ കണ്ടത് ഉടുമ്പാണ് കേട്ടോ, ഓന്തൊന്നുമില്ല. ഞാൻ ആദ്യം കണ്ടത് ഉടുമ്പാണെന്ന്, പക്ഷെ അത് അല്ല ഓന്താണെന്ന്, പക്ഷെ അത് ഉടുമ്പാണ്. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അപ്പം നമുക്ക് സൈഡിലോട്ടായിട്ട്. ഗൈസ് ഇവിടുത്തെ തോട്ടിൽ ഇതാ മീനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മീനുണ്ട്, കുറേ മീനുകളുണ്ട്, കുറേ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തോടാണെന്ന് തോന്നുന്നത്, നല്ല മീനുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും ഒരു കുടയിലാണ്, ബാക്കിൽ ആർക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് നമ്മൾ ഒരു എന്താ അമ്മ പറയല്, ഊട്ടൂര ഊട്ടൂരിലോട്ട് പോവുകയാണ്. നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരമുണ്ട്, അങ്ങോട്ട് പോകണം, എന്നാലേ നമുക്ക് അവിടെ എത്തുള്ളൂ. നമ്മൾ അന്നൊരിക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫ്രണ്ട് അവന്തികേൻ്റെ വീട്ടിലേക്ക് പോകുന്ന എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഊട്ടുപോരെന്നാണ് ഞാൻ ചോറൊക്കെ കഴിച്ചത്. ഇവിടെ കുറച്ച് തണലാണ്, ഇവിടെയും മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തോട് ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഇതാ ലഞ്ച് ഹോം ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവിടെ നിന്ന് കൈ കഴുകുക, ഇല വന്നിട്ടുണ്ട്. നമ്മളെ ഫുഡ് ഇവിടെ എടുത്തിട്ടുണ്ട്, ചോറ്, സാമ്പാർ, എന്നിട്ട് ടേസ്റ്റൊക്കെ ആണ്. ഫുഡ് വെച്ചിട്ട് കാണാം.